പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ മുഹമ്മദ് മുഹ്സിൻ MLA ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ സഹോദരിയെ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് അപമാനിച്ചുവെന്നാണ് ആരോപണം. ജനുവരി 20-നാണ് സംഭവം ഉണ്ടാകുന്നത്. സ്ഥലം മാറിപ്പോയ ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് നിനക്ക് അറിയാം, ഇവിടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് മാന്യമായിട്ട് സ്ത്രീകളോട് ആ പെൺകുട്ടി അവിടെ പോയത്. എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ അതിന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുക. വന്നിട്ട് നേരെ മോന്തക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുന്നത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു. അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു. എന്തിനൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരോട് മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. മുൻപും ഈ സെക്രട്ടറിക്കെതിരെ സമാനമായ രീതിയിൽ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാണ് പരാതി. സംഭവത്തിൽ വിശദീകരണവുമായി MLA മുഹമ്മദ് മുഹ്സിൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്റെ പെങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങള് തന്നെയാണ്. പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം. ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഈ കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 1 മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി ഇരുത്തി. ഞാൻ എന്റെ പെങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ഒരാവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവര് നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്. ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, ഇവളെന്നോട് പറഞ്ഞില്ല. ഞാനിത് പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും അത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മനസ്സിൽ അതുണ്ടായി. ഞാൻ പ്രതികരിക്കാനുള്ള ഒരു കാരണം ഇത് മാത്രമല്ല, പെങ്ങള് മാത്രമല്ല, മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, പെങ്ങള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും. അപ്പോഴും മാധ്യമങ്ങളിൽ വരെ MLAയുടെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട, മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതെ ഇരുന്നത്. അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറി. 2 വാക്ക് കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് പെരുമാറാനും വർത്താനം പറയാനുള്ള കാരണം ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, കഴിഞ്ഞ മാസം 20-ാം തീയതി ജനുവരി 20-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്ഥലം മാറിപ്പോയതിനു ശേഷമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നത്. അതായത് മുഹ്സിൻ MLAയുടെ സഹോദരി ഒരാവശ്യത്തിനായി പഞ്ചായത്തിൽ പോകുന്നു. പക്ഷെ ഈ MLAയുടെ സഹോദരിയുടെ കുട്ടിക്ക് അസുഖമുള്ള കുട്ടിയാണ്, ഓട്ടിസം സംബന്ധമായ കുട്ടിയാണ്. പക്ഷെ ഈ കുട്ടി കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇയാൾ ഒരു തരത്തിലും കാര്യമായി ഇടപെടലൊന്നും നടത്താതെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇത് വൈകിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ആരോപണം. അതായത് വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ ഈ സഹോദരിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നൊക്കെയാണ് മുഹ്സിൻ MLA ആരോപിക്കുന്നത്. ഒപ്പം തന്നെ നിരന്തരമായി ഇത്തരത്തിലെത്തുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്നുകൂടി ഇപ്പോൾ മുഹ്സിൻ MLA പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ മുഹസിൻ MLA വിളിക്കുന്നത്. ഒരു തരത്തിലും ഈ സഹോദരി പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ തന്റെ പെങ്ങളാണെന്നോ മറ്റു ആനുകൂല്യമോ ഒന്നും ഈ MLA അടക്കം ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു റെക്കമെൻഡേഷനിലുമല്ല, സാധാരണ ഒരു എങ്ങനെയാണ് ഒരു ആവശ്യത്തിന് പോകുന്നത് അതുപോലെയായിരുന്നു MLAയുടെ സഹോദരി പോയത്. പക്ഷെ അവിടെ നിന്നും ഇയാൾ വളരെ മോശമായും വിദ്യാഭ്യാസ യോഗ്യതയോടും മറ്റും പേരും പറഞ്ഞ് ഈ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് അപമാനിക്കുകയായിരുന്നു എന്നാണ് MLA പറയുന്നത്. ഒപ്പം തന്നെ ഈ സഹോദരി ഇത്രയും കേട്ടിട്ടും അപമാനിച്ചിട്ട് പോലും ഈ MLA പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ നിന്നും പഞ്ചായത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും അത് കണ്ടു നിന്നവരാണ് MLA വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് ഇത് ഇനി വാർത്തയായാലോ മറ്റു പരാതിയൊക്കെ നൽകിയാൽ പിന്നീട് അത് വാർത്തയാകും. MLAയുടെ സഹോദരി എന്ന ഒരു ലേബലിൽ അത് വരും. പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടായി മാറിയാലോ, അവർക്ക് കൂടി ഈ വാർത്തകൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന ചിന്തയിലാണ് ഇത് പരാതിയുമായി മുന്നോട്ട് പോകാതെ മറിച്ച് MLA തന്നെ നേരിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സഹോദരിയോട് മാത്രമല്ല മറ്റ് സ്ത്രീകളോടും പഞ്ചായത്തിലെത്തുന്ന മറ്റ് സ്ത്രീകളോടും ഇത് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇങ്ങനെ വിളിച്ച് മോശമായി പെരുമാറേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ മുഹസിൻ MLAയുടെ വിശദീകരണം. ഒപ്പം തന്നെ ഈ MLA പറയുന്നുണ്ട്, കഴിഞ്ഞ 9 വർഷമായി പട്ടാമ്പി MLA ആണ് മുഹസിൻ. ഒപ്പം തന്നെ അതിനു മുൻപ് മുതലേ ജനപ്രതിനിധിയായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഇത്തരത്തിൽ MLA കുറിച്ച് ഒരു പരാതിയോ മറ്റോ ഉണ്ടായിട്ടില്ല. വളരെ മാന്യമായി ആണ് എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്നതും ജനങ്ങളോട് സംസാരിച്ചിരുന്നതും. എന്നാൽ ഇങ്ങനെ നിരന്തരം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലും സ്വന്തം പെങ്ങൾ ഒരാൾ പഞ്ചായത്തിൽ എത്തുന്ന അല്ലെങ്കിൽ കാരണം മുഹസിൻ MLAക്കെതിരെ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ആരോപണമോ പരാതി ഉയർന്നു വന്നിട്ടില്ല. സ്വാഭാവികമായും ഏതൊരു സഹോദരിക്കും ഏതൊരാളുടെ സഹോദരിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാകാം. അതും MLA സെക്രട്ടറിയുമായി സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ട് തന്നെയാണ്. പക്ഷെ ഒരു തലം കടന്നു പോകുമ്പോൾ കൈവിട്ടു പോകുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഇതൊരു വലിയ വിവാദമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹസിൻ MLAക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ വളരെ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്, ഒരു യുവ നേതാവ് കൂടിയാണ് മുഹസിൻ MLA. നാട്ടുകാരോട് വളരെ സൗമ്യനായി പെരുമാറുന്ന ഒരു നേതാവാണ്. സ്വന്തം പെങ്ങളോട് വരെ കരഞ്ഞുകൊണ്ട് ഒരു ഇറങ്ങി വരുന്ന ആ സഹോദരിയോട്, അതും മറ്റുള്ളവരാണ് കണ്ടു നിന്നവരാണ് MLA അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഉണ്ടായ ഒരു ഏതൊരു സഹോദരിക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സഹോദരനെ എങ്ങനെ പെരുമാറുമോ അങ്ങനെ ഒരു വിളിച്ചതായിരിക്കാം. ഒപ്പം തന്നെ നിരന്തരം പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ഇടപെടുന്നു അങ്ങനെയാണ് മുഹസിൻ MLA ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുന്നത്. പക്ഷെ ആ ഒരു ഫോൺ സംഭാഷണത്തിൽ തുടക്കത്തിൽ വളരെ സൗമ്യനായി പെരുമാറിയെങ്കിലും ഒരു ഘട്ടത്തിൽ അത് കൈവിട്ടു പോകുന്നുണ്ട്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇപ്പോൾ ഈ വിവാദമാകുന്നത് ഒരു ജനപ്രതിനിധി അങ്ങനെ സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അത് വിവാദമാകുന്നത്. അപ്പോഴും ഈ ജനങ്ങൾ പട്ടാമ്പി MLA അവർ ജനങ്ങൾ ചേർത്ത് നിർത്തുകയാണ്. കാരണം ഈ MLA ഈ നിരന്തരം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു പോയതായിരിക്കാം. ഏതൊരു മനുഷ്യരും ഉണ്ടാകുന്നത് പോലെ വൈകാരികമായി പ്രതികരിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ മുഹസിൻ MLAയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത് ഈ MLA ഒരു ജനപ്രതിനിധി രീതിയിൽ പ്രതികരിച്ചതാണ്, സംസാരിച്ചതാണ് വിവാദമായി നിലനിൽക്കുന്നത്. എന്തായാലും ഈ സ്ഥലം മാറ്റം ഉണ്ടായ ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ രീതിയിലുള്ള ഓഡിയോ, അതായത് ജനുവരിയിൽ നടന്ന സംഭവത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്.